ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി നമ്മൾ സാറ്റർഡേ സൺഡേ ആണല്ലേ വീടൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യാറ്. ഇന്നതില്ല കേട്ടോ, ചെറുതായിട്ടുള്ളൊരു ക്ലീനിങ് ഉള്ളൂ. കാരണം നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങണം. 11:30 ആകുമ്പോഴത്തേന് കഴിയണമല്ലോ, കുളിയൊക്കെ കഴിയണമല്ലോ. അപ്പോൾ ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് ക്യാൻസൽ. എന്നാലും ജസ്റ്റ് ഞാൻ തട്ടിക്കൊട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ചപ്പാത്തി ചുടുവെള്ളത്തിൽ കുഴച്ചുണ്ടാക്കാറുണ്ട് അല്ലേ. അത് ചെറിയൊരു ഹാർഡ് ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ പത്തിരി നമ്മളെങ്ങനെയാണോ പത്തിരിപ്പൊടിക്ക് വാട്ടാറ് അതുപോലെ ചപ്പാത്തിക്കും വാട്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചപ്പാത്തിക്ക് ചെറിയൊരു സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നോർമൽ നമ്മൾ പത്തിരിപ്പൊടി വാട്ടുന്ന പോലെയാണ്, അങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് തന്നെയാണ് കുഴക്കലും അതുപോലെ പരത്തലും കേട്ടോ. എനിക്ക് പരത്തുന്ന കല്ലൊക്കെ ഉണ്ട്, പക്ഷേ അതിലൊന്നും പരത്തണം എനിക്കിഷ്ടമല്ല. ആ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയാൽ എനിക്ക് റാഹത്താവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ നമ്മളുടെ ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമ്മുടെ പത്തിരിക്ക് വെള്ളം വരുന്ന പോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിവിടെ മുഴുവൻ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടി നല്ല സോഫ്റ്റാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുക്കാം കേട്ടോ. പിന്നെ ചപ്പാത്തിക്ക് കറി എനിക്ക് മുട്ടക്കറിയാണ് കേട്ടോ ഇഷ്ടം. നമ്മുടെ മുട്ട പൊരിച്ചിട്ടുള്ള കറിയാണ് ഇഷ്ടം. പക്ഷേ മോൻക്ക് തേങ്ങാപ്പാലുള്ള കറിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനിനി അവൻ്റെ ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തേങ്ങ ചിരവി അതൊന്ന് മിക്സിയിൽ ചുടുവെള്ളം ഒഴിച്ച് ആട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി മുപ്പിച്ചെടുക്കുക, അതിനകത്ത് നമ്മളുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് തിളക്കാൻ നിൽക്കരുത് കേട്ടോ, നമ്മൾ തിളപ്പിക്കുമല്ലോ അതിന് നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫാക്കി എടുക്കുക. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ തമ്മിൽ പിരിയും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ബാക്കിയുണ്ടല്ലോ. അപ്പം ഞാൻ വേഗം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ അതാപാണ് കേട്ടോ. നിറയെ പുല്ലാണ്, ഈ മഴക്കാലം കൂടെ ആയതുകൊണ്ട് നിറയെ പുല്ലാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ചെത്തിക്കോരാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 9:49 കേട്ടോ. നമ്മൾ സ്കൂളുള്ള ടൈമാണെങ്കിൽ നമ്മളുടെ പണികളൊക്കെ പെട്ടെന്ന് തീരും. സ്കൂളില്ലാത്ത ടൈം ആവുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ഇരുന്നിട്ടും അല്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ടൊക്കെ ആകുമ്പോൾ നമ്മുടെ കിച്ചൻ്റെ അവസ്ഥയാണ് കേട്ടോ. നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ 9 മണിയാകുമ്പോഴത്തേന് ചോറും ചാറും കൂട്ടാനും അടിയും തൊടിയും എന്ന് പറഞ്ഞാൽ എല്ലാം അതും കഴിയും. ഇതിപ്പോൾ 9:29 ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം പതിയെ. ഇത് നമ്മൾ ഇന്ന് ഫ്രൈഡേയ്സാണ് കേട്ടോ രാത്രിക്കൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള റൈസ് ഞാൻ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരാൾ വരാറുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ കസാലയിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കടന്നലിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ഇരിക്കുന്ന ചെയറൊന്ന് മറിച്ചിട്ട് നോക്കിട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇയാൾ വായിൽ കുറച്ച് മണ്ണ് ഇങ്ങനെ കൊടുന്ന് ഒരു കൂട് നെയ്തുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല, അവിടെ വെച്ചു. പിന്നെ ലീനമോള് മദ്രസ വിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കണം. ഇതാണ് കേട്ടോ ഇന്നത്തെ. നമുക്ക് കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓഫീസ് റൂമൊന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഓഫീസിൽ അങ്ങനെ ചപ്പൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ലീനുവിൻ്റെ ഒരു പണി എന്താണെന്ന് വെച്ചാൽ എന്നെ കാണാണ്ട് സാധനങ്ങളൊക്കെ സോഫയുടെ താഴേക്കിടും കേട്ടോ. പിന്നെ ഈ സോഫ ക്ലീൻ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വീടിരുന്ന ടൈമിൽ ആ കോർണർക്ക് അനുസരിച്ചുള്ള സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന് നീക്കലും പിടിക്കലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നാലും 1 മന്തിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നിറയെ പൊടിയുണ്ട്, പഴയ സോഫയാണ് നമ്മളുടെ. അപ്പോൾ നിറയെ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ വീടിനകത്ത് ജനാലിൽ എപ്പോഴും പൊടിയും അതുപോലെ പല്ലി കഷ്ടമൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പല്ലിക്ക് പോകാനുള്ള ഓരോ ടിപ്പുകളൊക്കെ. പക്ഷെ അതൊന്നും യൂസ്ഫുൾ അല്ല കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് പിന്നെ ശരിയാവുന്നില്ല. പിന്നെ ഞാൻ നമ്മളുടെ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് നമ്മളുടെ ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ താഴെ കണ്ടില്ല, ഞാൻ അതാ പറഞ്ഞത്, നിറയെ പല്ലി കാഷ്ടങ്ങളാണ് സോഫൻ്റെ താഴെ കൂടെ. അതാണെങ്കിൽ കാണുന്നതേ എനിക്ക് ദേഷ്യമാണ്. അപ്പോൾ അടിച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സോഫനെ ഇതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇടണം. അപ്പോൾ ഞാനിങ്ങനെ നീക്കി ഓരോ ഭാഗങ്ങളിലും ഇടുകയാണ്. അതോടൊപ്പം തന്നെ ഫ്രണ്ടിലുള്ള കുറച്ച് പൊടിയും കൂടെ തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓഫീസ് ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നീറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ താഴെക്കൂടെ നമ്മളുടെ
അല്ലെങ്കിൽ മോളുടെ ആക്സസറീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഓളുടെ സ്റ്റഡി ടേബിൾ ഞാൻ ഇപ്പോൾ അടുത്ത് ക്ലീൻ ചെയ്ത് കൊടുത്തതാണ്. അതിൻ്റെ അതാപാണ് ഇപ്പോൾ ഇത്. ഇപ്പോൾ ടൈമില്ല, അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കട്ടെ, ഇനി നാളെ നോക്കാമെന്ന് വിചാരിച്ച് ഞാനത് ക്ലോസ് ചെയ്ത് പോകുന്നു കേട്ടോ. പിന്നെ അവൾക്ക് എപ്പോഴും ഫുൾ ഏത് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിലും ബേബി പിങ്ക് മതിയോ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ മേടിക്കാറ്. സ്റ്റഡി ടേബിള് എല്ലാ സംഭവങ്ങളും ബേബി പിങ്ക് അവൾക്ക് ഇഷ്ടമാണ്, അങ്ങനെയാണ് മേടിക്കാറുള്ളത്. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, ഞാൻ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോണ്ട് ഒരു സംഭവം. അപ്പോൾ ആൾ വീട് പണിത് ഇത്ര എത്തിയിട്ടുണ്ട് കേട്ടോ, ഫിനിഷ് ആയിട്ടുണ്ട്, ഫിനിഷിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ കളയാനൊന്നും നിന്നില്ല, അവിടെ ഇരുന്നോട്ടെ പാവല്ലേന്ന് വിചാരിച്ചു. പിന്നെ ചേര നേരം ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് മക്കൾക്ക് എന്തെങ്കിലും മോൻ പറഞ്ഞ് ചായ കുടിക്കാൻ പോകുമെന്ന്. അപ്പോൾ നമ്മൾ കൊടക്കാട് ജസീറ കുഴിമന്തിൻ്റെ അടുത്തുണ്ടല്ലോ ഒരു നല്ലൊരു ഷോപ്പ്, അവിടെ പോയിട്ട് മക്കളും ഞാനും ചായ കുടിച്ചിട്ടു. അപ്പോൾ പിന്നെ മുത്തച്ഛൻ്റെ മോളും 2 മക്കളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അവിടെ പോയിരുന്നിട്ട് നല്ല വെറൈറ്റി സ്നാക്സ് ഉണ്ട് കേട്ടോ. ഞാൻ വല്ല സമൂസ കട്ട്ലേറ്റ് എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. മോനവിടെ കൊണ്ടുപോയപ്പോഴേക്കും ഇങ്ങനെയുള്ള സ്നാക്സാണ് കേട്ടോ. എന്നാലും അവിടുന്ന് മക്കൾക്ക് സ്നാക്സൊക്കെ മേടിച്ച് കൊടുത്തു. അങ്ങനെ അതൊക്കെ അവർ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.